ഈശോയിൽ എൻ്റെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, സുഖമാണ് എല്ലാവർക്കും? സുഖമാണ്. അടുത്ത ശനിയാഴ്ചയാണ് നമ്മുടെ ഇടവകയുടെ, ഈ നാടിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ അല്ല, ഈ പ്രദേശത്തിൻ്റെ മുഴുവനും തിരുനാളാണ്. എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും സ്നേഹത്തോടെ നേരുകയാണ്. കൊടുവച്ചൂർ ഇടവകയുടെ ആശംസകൾ നേരുകയാണ്. നിങ്ങളെയും അവിടെ ക്ഷണിക്കുകയാണ് കേട്ടോ. അടുത്ത മാസമാണ് അവിടത്തെയും തിരുനാൾ. പരിശുദ്ധ അമ്മയുടെ ഈ നടയിൽ, ഈ ബലിപീഠത്തിന് മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ കുട്ടികളോട്. ഇപ്പൊ നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം ആർക്ക് പറയാം? വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഏതാ? അച്ഛൻ വെറുതെ വന്ന് ഞങ്ങളുടെ ചോദ്യം ചെയ്ത് വേണം. ഏത് സുവിശേഷം വായിച്ചേ? വിശുദ്ധ ലൂക്ക. വിശുദ്ധ ലൂക്ക അധ്യായം എത്രയാ? 2-ാം അധ്യായം. വാക്യങ്ങൾ ആർക്ക് പറയാം? 41 മുതൽ, എന്റെ ദൈവം, 41 മുതൽ, എന്തിനാ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കണേ, 52 വരെ അല്ലേ? ഔസേപ്പിതാവും മാതാവും ഈശോയും കൂടി ഒരു തിരുനാൾ ആഘോഷിക്കാനാണ് പോയത്. ഏത് പള്ളിയിലേക്കാ പോയേ? പള്ളിപ്പുറത്തേക്കാണോ? ഏത് പള്ളിയിലേക്ക് പോയേ? ജെറുസലേം ദേവാലയത്തിൽ. ഏത് തിരുനാൾ ആഘോഷിക്കാനാ പോയേ? പെസഹ തിരുനാൾ ആഘോഷിക്കാൻ. ഇനി ചോദ്യം എല്ലാവരോടും ആയിട്ടാണ് കേട്ടോ, കുട്ടികളോട് മാത്രമല്ല. തിരുനാൾ ആഘോഷിച്ച് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്ന തിരുനാളാണ്. കാരണം യഹൂദന്മാർക്ക് ഒരൊറ്റ ദേവാലയമേ ഉള്ളൂ ജെറുസലേമിൽ. ബാക്കിയൊക്കെ സിനഗോഗുകളാണ്, നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന തിരുനാൾ കഴിഞ്ഞ് മടങ്ങിപ്പോന്നപ്പോൾ മനസ്സിലായി ഈശോ കൂടെയില്ല. എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈശോ കൂടെയില്ല എന്ന് മനസ്സിലായത്? കേട്ടില്ല? 3, 2, ഒരു ദിവസം. ഒന്ന് ഉറപ്പിച്ചു പറയും ഏതാണെന്ന്. ഒരു ദിവസം കഴിഞ്ഞപ്പോ മനസ്സിലായി ഈശോ കൂടെയില്ല എന്ന്. അപ്പൊ എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് കണ്ടു കിട്ടിയേ? 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്. നോക്കി, ഔസേപ്പിതാവിന്റെ മാതാവിന്റെ കരങ്ങളിൽ നിന്ന് ഈശോ നഷ്ടപ്പെട്ടു എങ്കിലും ദേവാലയത്തിൽ തന്നെ കണ്ടെത്തി. പള്ളിപ്പുറത്തമ്മ, ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയത്തിൽ നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോ, ഈ കുർബാന നൊവേന കഴിഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് പോകുമ്പോ നമ്മുടെ കൂടെ ഈശോ ഉണ്ടാവോ? ഇല്ല, എന്നെ കണ്ണു തുറപ്പിച്ചു കേട്ട് കാര്യമില്ല. പരിശുദ്ധ മാതാവും ഈശോയും നമ്മുടെ കൂടെ വീടുകളിലേക്ക് വരൂ? ഇല്ലേ? കണ്ണടച്ച് കാണിക്കണം. പ്രിയമുള്ളവർ, തിരുനാൾ ആഘോഷിച്ച് അല്ലെങ്കിൽ ഇന്ന് ഈ കുർബാന നൊവേന കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോ ഇവിടെ വെച്ചിട്ട് നമ്മൾ പോകാൻ പാടില്ല. എന്റെ ചങ്കിനകത്ത് എൻ്റെ ഈശോ ഉണ്ടാകണം. ഈ അമ്മയുടെ വിരൽ തുമ്പ് പിടിച്ചിട്ടേ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞാൻ നാളെ വരാന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. അപ്പൊ ആദ്യത്തെ പോയിന്റ്, സന്ദേശം ഇതാകട്ടെ: ഈ തിരുനാൾ ഞാൻ ആഘോഷിക്കുമ്പോ എന്റെ ആത്മീയ ജീവിതത്തിൽ എന്റെ പരിശുദ്ധ മാതാവിനെ, എന്റെ ഈശോയെ ഞാൻ അല്പം കൂടി ആഴത്തിൽ സ്നേഹിച്ച് അവളെ സ്വന്തമാക്കും. ഞാനും എന്റെ കുടുംബവും. ഇതൊരു തീരുമാനമായിരിക്കണം, ഇതൊരു പ്രതിജ്ഞയായിരിക്കണം. അല്ലെങ്കിൽ തിരുനാളിന്റെ ആഘോഷങ്ങൾ കൊണ്ട് ഇത് അവസാനിച്ചു പോകും. എന്റെ വ്യക്തി ജീവിതത്തിന്റെ, എന്റെ ആത്മീയ ജീവിതത്തിന്റെ വഴിത്താരകളിലൂടെ കടന്നു പോകുമ്പോ അമ്മ എനിക്ക് ആര്? ചിന്തിക്കണം. കൂടുതൽ സ്നേഹിക്കാൻ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ അൾത്താരയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയുടെ നാളം ഒരിക്കല് ഈ മെഴുകിനോട് ചോദിച്ചു, ഞാനല്ലേ കത്തുന്നത്, പിന്നെ നീ എന്തിനാ ഉരുകണേ? എന്താ ചോദിച്ചേ? ഈ മെഴുകുതിരിയുടെ നാളം മെഴുകിനോട് ചോദിച്ചു, ഞാനല്ലേ കത്തുന്നത്, പിന്നെ നീ എന്തിനാ ഉരുകണേ? മെഴുക് പറഞ്ഞു, നീ എൻ്റെ ഉള്ളിലല്ലേ, നീ കത്തുമ്പോ എനിക്ക് എങ്ങനെ ഉരുകാതിരിക്കാനാവും? എന്താ പറഞ്ഞേ? നീ എൻ്റെ ഉള്ളിലല്ലേ, നീ കത്തുമ്പോ എനിക്ക് എങ്ങനെ ഉരുകാതിരിക്കാനാവും? ചിന്തിക്കേണ്ട കുഞ്ഞു കഥയാണ്,
പക്ഷേ പരിശുദ്ധ മാതാവ്, ഈ പള്ളിപ്പുറത്തമ്മ എന്റെ ചങ്കിനകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഹൃദയത്തിൽ, ജീവിതത്തിൽ അവൾ ഉണ്ടെങ്കിൽ, അവൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഈ അമ്മയ്ക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ ഉരുകിത്തീരണ്ടേ? വേണ്ടേ? വേണം. അപ്പൊ ഈ അമ്മ നമ്മളോട് പറയുകയാണ്, ഈ തിരുനാൾ പറയുകയാണ്, നീ അല്പം കൂടി ഈശോയെ, മാതാവിനെ, നിന്റെ കുടുംബത്തെ സ്നേഹിച്ച് നീ വളരണം. സ്നേഹമാണ് സബ്ജക്റ്റ്. ഈ കഴിഞ്ഞ ആഴ്ചയില് സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിന്നത് ഒരു സ്റ്റാർ, ഒരു ഹീറോ, ഒരു ഡോൾഫിനാണ്. ഡോൾഫിൻ. ആ ഡോൾഫിന്റെ പേരാർക്കെങ്കിലും അറിയോ? ഫ്രാഗിൾ അല്ലെങ്കിൽ ഫ്രാങ്കിൾ എന്തൊക്കെ പേര്. ഓസ്ട്രേലിയയിലാണ് സംഭവം. വായിച്ചിട്ടില്ലേ? അതിങ്ങനെ വളരെ പ്രശസ്തമായ ഒരു വീഡിയോ ആണ്, സംഭവിച്ചതാണ്. ഈ ഫ്രാങ്കിൾ എന്ന് പറയുന്ന, ഫ്രാഗിൾ 2 പേരുണ്ട്. ഫ്രാഗിൾ എന്ന് പറയുന്ന ഈ ഡോൾഫിൻ 4 പ്രാവശ്യം പ്രസവിച്ചു. 4 പ്രാവശ്യവും കുഞ്ഞ് ചത്തുപോയി. 4ാമത്തെ പ്രാവശ്യം പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഈ അമ്മയ്ക്ക് സങ്കടം സഹിക്കാനാവാതെ അമ്മ എന്ത് ചെയ്തു? ഈ ഡോൾഫിന്റെ ചുണ്ടില് 4-5 ദിവസം ഈ കുഞ്ഞിനെങ്ങനെ ചുണ്ടില് പിടിച്ചിങ്ങനെ സഞ്ചരിക്കുകയാണ്. അമ്മയ്ക്ക് ഭക്ഷണമില്ല, അമ്മയ്ക്ക് ഉറക്കമില്ല. തൻ പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് ഈ അമ്മ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കൂടെ സഞ്ചരിക്കാൻ വേറെ 6 ഡോൾഫിനും കൂടി ഉണ്ട് ഇവൾക്ക് സപ്പോർട്ടായിട്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ട വീഡിയോയാണിത്. എന്താണ് ഡോൾഫിൻ നമുക്ക് നൽകുന്ന സന്ദേശം? ഓസ്ട്രേലിയയില് ഈ ഡോൾഫിൻ നമുക്ക് പള്ളിപ്പുറത്തുകാർക്ക് എന്താണ് നൽകുന്ന സന്ദേശം? പ്രിയമുള്ളവരെ, കാൽവരി മലയുടെ നിറകയിൽ കിടന്ന് പിടഞ്ഞു മരിച്ചവൻ 3 ആണികളിൽ അവന്റെ മൃതശരീരം പിടിച്ചുകൊണ്ട് തന്റെ മടിയിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ നമുക്കറിയാലോ, പരിശുദ്ധ അമ്മയെ. താൻ നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട മകന്റെ മൃതശരീരം, 33 വയസ്സായ അവന്റെ മൃതശരീരം മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്മയും 4-5 മാസം അല്ലെങ്കിൽ 4-5 ആഴ്ചകൾ മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന ഡോൾഫിനും തമ്മിൽ എന്താണ് ബന്ധം? ഒരമ്മയുടെ സ്നേഹമാണത്. അമ്മ സ്നേഹത്തിന്റെ പര്യായമാണ്, അമ്മ ത്യാഗത്തിന്റെ പര്യായമാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, അമ്മ വീണ്ടും നമ്മളോട് പറയുന്നു, നീ സ്നേഹത്തിൽ അല്പം കൂടി വളരണം. നിന്റെ ഭാര്യയോട്, ഭർത്താവിനോട്, നിന്റെ മാതാപിതാക്കളോട്, മക്കളോട്, അയൽപക്കക്കാരോട്, നിന്നെ ദ്രോഹിക്കുന്നവരോട് പോലും നീ സ്നേഹിച്ച് വളരണം. യോഹന്നാന്റെ സുവിശേഷത്തില് 21-ാം അധ്യായം നമ്മൾ വായിക്കുന്ന അതിമനോഹരമായ ഒരു സംഭവമുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരെ ഇങ്ങനെ തിബേരിയസ് കടൽ തീരത്ത് കണ്ടുമുട്ടുകയാണ്. അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞ് പത്രോസിനെയും കൊണ്ട് ഇങ്ങനെ കടൽ തീരത്തൂടെ നടക്കുകയാണ്. കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, ഒരേ ചോദ്യം 3 പ്രാവശ്യം ചോദിച്ചു. പത്രോസേ, ഇവരെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒരേ ചോദ്യം 3 പ്രാവശ്യം. എന്തായിരിക്കും കാരണം? 3 പ്രാവശ്യം തള്ളി പറഞ്ഞതുകൊണ്ടാണ്. ഒരേ ചോദ്യം 3 പ്രാവശ്യം. സബ്ജക്റ്റ് സ്നേഹം. ചോദ്യം, ഇവരെക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കുറെ വർഷങ്ങൾക്ക് മുൻപ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ നമ്മുടെ സഭയെ നയിക്കുന്ന കാലഘട്ടം, അന്ന് റോമില് ഒരു ആഗോള കത്തോലിക്ക സഭയുടെ യുവജന സമ്മേളനം നടന്നു. അന്ന് 10 ലക്ഷം യുവജനങ്ങളാണ് പങ്കെടുത്തത്. ആ 10 ലക്ഷം യുവജനങ്ങൾ പങ്കെടുക്കുന്ന ആ കൺവെൻഷന്റെ സമാപന ദിവസം മാർപ്പാപ്പ വായിച്ചത് പത്രോസിനെ അജപാലകനാക്കുന്ന ആ ഭാഗമാണ്. സുവിശേഷം അടച്ചു വെച്ചിട്ട് മാർപ്പാപ്പ നൽകുന്ന സന്ദേശമുണ്ട്. മക്കളെ, എന്തുകൊണ്ടായിരിക്കാം ഒരേ ചോദ്യം പത്രോസിനോട് കർത്താവ് 3 പ്രാവശ്യം ചോദിച്ചത്? 10 ലക്ഷം മക്കളും പറഞ്ഞു, തള്ളി പറഞ്ഞതുകൊണ്ടായിരിക്കും. ശരിയാണ്. മാർപ്പാപ്പ എന്നിട്ട് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. 1-ാമത്തെ ചോദ്യത്തിന്റെ വ്യാഖ്യാനം, പത്രോസേ, ഈ പ്രപഞ്ചത്തെക്കാളും ഈ പ്രപഞ്ചത്തിലെ സർവസൃഷ്ട വസ്തുക്കളെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 2-ാമത്തെ വ്യാഖ്യാനം, പത്രോസേ, നിന്റെ ബന്ധുക്കളെക്കാളും നിന്റെ സമ്പത്തിനേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3-ാമത്തെ വ്യാഖ്യാനം, പത്രോസേ, നിന്റെ ജീവനേക്കാളും അധികമായി
നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒരേ ചോദ്യത്തിന് 3 വ്യാഖ്യാനം. ശ്രദ്ധിച്ചേ, ഒരേ ചോദ്യത്തിന് 3 വ്യാഖ്യാനം. ചോദ്യം ഒന്നാണ്, പത്രോസേ, ഈ പ്രപഞ്ചത്തെക്കാളും പ്രപഞ്ചത്തിലെ സർവസൃഷ്ട വസ്തുക്കളെക്കാളും അധികമായി, നിന്റെ ബന്ധുക്കളെക്കാളും സമ്പത്തിനേക്കാളും അധികമായി, നിന്റെ ജീവനേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ചോദ്യം ഈ 8-ാം തീയതി ഈ അൾത്താരയിൽ നിന്ന് മാതാവ് നമ്മളോട് ചോദിക്കുകയാണ്. 15-ാം തീയതി എന്റെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ മറ്റെല്ലാത്തിനേക്കാളും അധികമായി പ്രിയമുള്ള മക്കളെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാതാവ്, പരിശുദ്ധ മാതാവ്, ഈ പള്ളിപ്പുറത്തമ്മ നമ്മുടെ നേരെ വിരൽ ചൂണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം കൊടുക്കും? എന്തുത്തരം കൊടുക്കും? പറയത്തിരി പൊളിക്ക്. സമ്പത്തൊക്കെ വിട്ട് അല്ലേ, എന്റെ അപ്പനും അമ്മയൊക്കെ വിട്ട് എങ്ങനെ സ്നേഹിക്കാനാണ്? സ്നേഹിച്ചേ പറ്റൂ, വേറെ മാർഗമൊന്നുമില്ല. അമ്മ ആവശ്യപ്പെടുന്നത്, ഞാൻ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഉള്ളം കൈയിൽ നിന്റെ കുടുംബത്തെ താങ്ങിപ്പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, നീ ചോദിക്കുന്ന അനുഗ്രഹം ഞാൻ വാരിക്കോരി തരുന്നുണ്ടെങ്കിൽ, നിനക്ക് എന്ത് എന്നെ ഒന്ന് സ്നേഹിച്ചാൽ? ചോദ്യത്തിന് ഉത്തരം വ്യക്തിപരമായി കണ്ടെത്തണം. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് എന്താണ് കൊടുക്കാനുള്ളത്? അമ്മയ്ക്ക് കൊടുക്കാൻ എന്താണുള്ളത്? ഇവിടെ വന്നെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവല്ലേ? നമ്മള് നൊവേനയേക്കും, തിരികത്തിക്കും, അടിമ വയ്ക്കും, കുർബാന അർപ്പിക്കും, എല്ലാം ചെയ്യും. പക്ഷേ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ ഈ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ എന്റെ ജീവിതത്തിൽ എന്താണുള്ളത്? അവസാനിപ്പിക്കുകയാണ് കേട്ടോ, അവസാനിപ്പിക്കുകയാണ്. അമ്മ പറയുന്നു ഒരു കാര്യം, ഈ അമ്മമാരെ നമ്മൾ വേദനിപ്പിക്കരുത്. ഒരു കാര്യം അതാണ്, ഈ അമ്മമാരെ നമ്മൾ വേദനിപ്പിക്കരുത്. ഒരു കുഞ്ഞ് അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കുക, സമയം കൂടി ഒന്നും അറിയത്തില്ല, എന്നാലും അവസാനിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞനുഭവം. എന്റെ തിരുപ്പട്ടം 2000-ലായിരുന്നു. 2000 ജനുവരി 1-ാം തീയതിയാണ്. കാഞ്ഞൂർ പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കുന്നു. എന്റെ വീട് കരുമാലൂരാണ്. അവിടെ CMC കോൺഗ്രിഗേഷൻ കോൺവെന്റ് ഉണ്ട്. ഒരു ജൂൺ മാസം 24-ാം തീയതി എന്നോട് കുർബാന അർപ്പിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ അമ്മ എന്നെ വിളിച്ചു. അന്ന് ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട്, ജോഷി, എത്ര നാളായി നീ വന്നിട്ട്? ഒത്തിരി നാളായി നിന്നെ കണ്ടിട്ട്, നീ വരണം. ഞാൻ വരാം അമ്മേ, ഞാൻ വന്നോളാം. 24-ാം തീയതി കുർബാന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരാൻ നേരത്ത് കാഞ്ഞൂരത്ത് കൂട്ടുകാരൻ അച്ഛന്റെ കോള്. അവിടെ ഒരു മരണമുണ്ട്, വികാരച്ഛനില്ല, ആ കൂട്ടുകാരൻ അച്ഛനില്ല, അച്ഛൻ എത്രയും വേഗം വരണം, തിരുക്കർമ്മം നടത്തണം. ഞാൻ നേരെ തിരിച്ചു പോന്നു. വീട്ടിൽ പോയില്ല, കുറച്ച് ദൂരേ ഉള്ളൂ. അന്ന് രാത്രി വീണ്ടും അമ്മ വിളിച്ചിട്ട്, എന്നാലും ജോഷി നീ വന്നില്ലല്ലോടാ, ഒന്ന് കാണണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറ, അമ്മ മരണം, തിരക്ക്, ആവശ്യം, അതോട് ഓടിപ്പോന്നാണ്. ഞാൻ വരാം, എത്രയും പെട്ടെന്ന് ഞാൻ വന്നോളാം. പിറ്റേ ദിവസം 25-ാം തീയതി രാവിലെ 5:30 മണിയുടെ കുർബാന കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ. ചേട്ടന്റെ അമ്മയ്ക്ക് നെഞ്ചുവേദനയാണ്, പറവൂര് ഡോൺ ബോസ്കോ ആശുപത്രിയിലാണ്, നിന്നെ കാണണമെന്ന് പറയുന്നു, എത്രയും വേഗം നീ വരണം. ഒരു കൂട്ടുകാരനെയും വിളിച്ച് ചെന്നു. ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു. കരിമാലൂര്, കളപ്പറമ്പത്ത്, ദേവസി, മറിയം ഏത് മുറിയിലാണ്? അവർക്ക് നോക്കി. അമ്മച്ചിയുടെ ആരാ? അമ്മച്ചിയുടെ ഇളയ മോന. ഇതേ മരിച്ചപ്പോ കൊണ്ടുപോയിട്ടു. എന്റെ പ്രിയമുള്ളവരെ, അവിടെ മുതൽ ഞാൻ കരച്ചിൽ ആരംഭിച്ച. താങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴും ഓർക്കുമ്പോ എന്താ പറയാ, അമ്മ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നിൽക്കാണ്. ഒരൊറ്റ ആഗ്രഹമേ അമ്മ എന്നോട് പറഞ്ഞോളൂ, മോനെ ഒന്ന് കാണണം. പറ്റിയില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രിയമുള്ള ഒരു അച്ഛൻ പറയട്ടെ, ഈ അമ്മമാരെ വേദനിപ്പിക്കാൻ പാടില്ല. ഈ അമ്മയുടെ കണ്ണ് നിറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ കണ്ണ് നിറയും. അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ പറഞ്ഞില്ലേ, അല്പം കൂടി സ്നേഹിക്കണം, അല്പം കൂടി സ്നേഹിക്കണം. അമ്മ നമുക്ക് നൽകുന്ന ജീവിതം നാളെ കാണാൻ പറ്റുമോ? ജീവിച്ചിരിക്കുമ്പോ
ജീവിച്ചിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ നമുക്കും സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എഴുന്നേൽക്കാം.